ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഫുൾ വീഡിയോസും ദൈവമില്ല എന്നുള്ളൊരു കണ്ടന്റാ പറയുന്നത്. കിച്ചു ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ഇവർ സ്റ്റേറ്റ് ചെയ്യുന്നൊരു സംഭവം എന്നാണെന്നറിയോ? ഇവർക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബൈബിളിൽ ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ഗോപുരം പണിതു, എല്ലാവരും കൂടെ ചേർന്ന് ബാബേൽ ഗോപുരം പണിത് അറിയാലോ. അവർക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് അവിടെ സ്റ്റേറ്റ് ചെയ്തു, അത് പൊളിഞ്ഞുപോയി. പിന്നെ നോഹയുടെ കാലത്ത് മ്ലേച്ഛതകൾ നിറഞ്ഞു. എപ്പോഴാണ് ഈ മ്ലേച്ഛതകൾ ഒത്തിരി വരുന്നതെന്നറിയാമോ? ദൈവമില്ല എന്നൊരു ചിന്ത വരുമ്പോഴാണ് ആളുകൾക്ക് തെറ്റ് ചെയ്യാനൊരു കൂടുതൽ ടെൻഡൻസി വരുന്നത്. എല്ലാ കേസിലും അല്ല ഞാൻ പറഞ്ഞ. അപ്പോൾ ഇന്നും ആളുകളുടെ ഉള്ളിലേക്ക് പഠിപ്പിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഭൂമിയിലും മ്ലേച്ഛതകൾ വർദ്ധിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ ചോദ്യം നിലനിൽക്കുകയാണ്, എന്താണ്, ദൈവം ഉണ്ടോ ഇല്ലയോ? ഞാൻ കിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ എടുക്കുന്ന പെൻസിൽ, ഓക്കെ, ഈ പെൻസില് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു. ഓക്കെ, കടയിൽ ഈ പെൻസിൽ എവിടെ നിന്നാണ് വന്നത്? കമ്പനിയിൽ വന്നു. അപ്പം കടയിൽ ഒരു കുറേ ബോക്സിനകത്ത് ഒരു കടയിലോട്ട് വന്നു. ആ ബോക്സുകളിൽ നിന്ന് കുറച്ച് പെൻസിൽ എടുത്ത് വിൽക്കാൻ വെച്ച് നമ്മളത് പോയി വാങ്ങിച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കമ്പനിയിൽ ഇത് എവിടെ നിന്നാണ് വന്നേ? എവിടെയോ നിന്നൊരു മരം വെട്ടി അതിൻ്റെ തടി ലെഡ് ഒക്കെ ചേർത്ത് പല സോഴ്സുകളിൽ നിന്ന് വന്ന് ഇത് കമ്പനി വെച്ചിട്ട് പെൻസിലായി മാറി. ഇനി ചോദ്യം, ഈ മരം എവിടെ നിന്ന് വന്നു? ഈ മരം ഒരു വിത്തിൽ നിന്ന് വന്നതാണ്. ഇനി ചോദ്യം, ആ സീഡ് എവിടെ നിന്ന് വന്നു? വേറൊരു മരത്തിന്റെ സീഡാണ് അല്ലെങ്കിൽ വിത്താണ്. അപ്പോഴൊരു ചോദ്യം, ആ വിത്ത് എവിടെ നിന്ന് വന്നു? ആ മരം എവിടെ നിന്ന് വന്നു? വേറൊരു സീഡിൽ നിന്ന്. അപ്പോൾ ബേസിക്കലി ഇത് ഒരു മരം, അതിൻ്റെ വിത്ത്, അങ്ങനെ സ്റ്റോറി അങ്ങനെ പുറകിലോട്ട് പോയാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ ആയിരിക്കും? ഇതിനൊരു സ്റ്റാർട്ടിങ് വേണം അല്ലേ? ബേസിക്കലി എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ആ തുടക്കം നമ്മൾ മനസ്സിലാക്കിയാൽ ദൈവം ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവും. ഈ മരത്തെ അതിൻ്റെ വിത്തോടുകൂടി സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്. അപ്പം ഈ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഇതൊരു ദൈവമാണ് നമ്മൾ ചിന്തിക്കാൻ. ഓക്കെ, ഇത് ദൈവമാണ്. ഈ ദൈവത്തെ സൃഷ്ടിക്കണമെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയൊരു സംഭവം വേണം ഇതിനെ സൃഷ്ടിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് പറയണം? എന്ത് വേണം? അതിനെക്കാട്ടിലും വലിയൊരു ദൈവം വേണം. അതിനെക്കാട്ടിലും വലിയൊരു ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവത്തെ സൃഷ്ടിക്കാം. അപ്പൊ ചോദ്യം പിന്നെ വരും, ഈ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? അതിനെക്കാട്ടിലും വലിയൊരു ദൈവം വേണം. സി, ഇതും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ബൈബിളിലെ വാക്യം പ്രസക്തമാണ്. ശരിക്കും ഇങ്ങനെ ദൈവങ്ങളൊന്നുമില്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഈ ദൈവത്തിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. ഈ ദൈവമാണ് ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചത്. കിച്ചു ശ്രദ്ധിച്ചില്ല, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബിഗ് ബാങ് തിയറി. ശരിക്കും ഒരു ബാങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ, സ്ഫോടനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു വലിയ ശബ്ദത്തിൽ നിന്നാണ്. ബാങ് എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടിനെയാണ് കാണിക്കുന്നത്. അപ്പൊ സൗണ്ടിൽ നിന്നാണ് ഇതുണ്ടായത്, അങ്ങനെ പൊട്ടിത്തെറിയിൽ നിന്നാണ് ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വേണ്ടേ? അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദ്യം വരും, ആ സബ്സ്റ്റൻസ് എവിടെ നിന്നുണ്ടായി ചോദിക്കും. ഇനി ആ സബ്സ്റ്റൻസ് എന്തുവാന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ അടുത്തൊരു ചോദ്യോടുണ്ട്, ആ സബ്സ്റ്റൻസ് എവിടെ നിന്നുണ്ടായെന്ന് വരും. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. മോനെ വാടാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് അറിയോ? ബേസിക്കലി വലിയ ശബ്ദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു വലിയ ബിഗ് ബാങ്ങിൽ നിന്നാണ്. ഞാൻ പറയുന്നത് അത് ശരിയാണെന്നാണ് പറയുന്നത്. കാരണം ബൈബിളിൽ ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദമുണ്ടായപ്പോൾ
സകലതും ഒന്നായി വരികയായി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മുടെ ക്രിയേറ്റർ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒരു കടപ്പാടുണ്ടാകണമെങ്കിൽ ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിനോടല്ല നമ്മൾ ഫസ്റ്റ് കാണിക്കട്ടെ, അല്ലേ? സോ ദൈവമില്ല എന്ന് സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരാളുണ്ട്. അതാ ബൈബിൾ പറഞ്ഞു. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്ക്, മലകളിലേക്ക് നോക്ക്, അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ദൈവം ഉണ്ടെന്ന് മനസ്സിലാവും. കാരണം ഇതൊന്നും ചുമ്മാ ഇങ്ങനെ ഉണ്ടായി വരത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുകയാണ്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുകയാണ്, പക്ഷെ നമ്മുടെ റിസോഴ്സസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഇപ്പം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സ്, അപ്പൊ ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇല്ലാതെ എങ്ങനെയാ ഇത് തുടങ്ങുന്നത്? മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. സോ ഈ ചിന്തയിൽ നിന്ന് വേണം നമ്മൾ ആദ്യം തുടങ്ങാൻ. ഒരു ദൈവം, പിന്നെയാണ് ആ ദൈവത്തെ വിശ്വസിക്കുന്നതും ദൈവത്തെ ആശ്രയിക്കുന്നതും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ ദൈവമില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബോഷൻ. ബൈബിളിൽ എന്താ പറയുന്നത്? ബോഷൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ദൈവം. കളി എവിടെയായി? അപ്പൊ ശരി, ഞങ്ങൾ ആദ്യം തൊട്ടുന്നത് കളിക്കട്ടെ. ഇത് അഡോൺ ഗ്രീൻ, അപ്പ ബ്ലൂ, അമ്മ ഓറഞ്ച്. ഓക്കെ, നമുക്ക് കളി തുടങ്ങാം. ഇനി അഡോന്റെ ടേൺ. 2. അമ്മയ്ക്കും അഡോണ്ട് സെയിം. 1. അപ്പ സ്റ്റാർട്ട് ചെയ്തു.